ഞാൻ അങ്ങനത്തെ ഒരു പോർഷൻ ഉണ്ട്. പിന്നെ നമ്മള് അതെങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് പറയോ? അങ്ങനെയല്ല, നമ്മള് ഇവരെ എടുത്ത് പോയി ഞങ്ങള് കാട്ടിലൊക്കെ ഒരു സെറ്റപ്പ് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അവിടെ പോയി ലിവ് ചെയ്ത് 2-3 ദിവസമൊക്കെ അവിടെ സ്റ്റേ ഓവർ ചെയ്തിട്ടൊക്കെ വരുള്ളൂ. നമുക്ക് താല്പര്യമുള്ളപ്പോൾ അതാ പറഞ്ഞു, എനിക്ക് ട്രാവലിങ് അവന്മാര് കഴിഞ്ഞിട്ട് എന്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ പോകും ഒരു രീതിയില്. നല്ല സെറ്റ് പരിപാടീസാ. ഇന്ത്യയിൽ മാറണം വിചാരിക്കണത് എന്താ? കേട്ടില്ല. ഇന്ത്യയിലോ? പൊളിറ്റിക്സ്, ഡെഫിനറ്റ്ലി പൊളിറ്റിക്സ് ഒന്ന് മാറി കഴിഞ്ഞാൽ ആൾക്കാർ രക്ഷപ്പെടും. നമ്മുടെ ഈ കൈയിട്ട് വരാനുള്ള സ്കീം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം നന്നായിട്ട് രക്ഷപ്പെടും. ആരും ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ആയിരുന്നുണ്ട്. അതിപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ വരുമായിരിക്കും, ഇത്രയും പൈസ കാണുന്നതല്ലേ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ചെയ്തു കൊടുത്താൽ ഉപകാരമായിരിക്കും. UK ആ കാര്യങ്ങളിൽ ഗവേണിംഗ് സിസ്റ്റം കുറെ കൂടെ ഒക്കെ നല്ലതാണ്. UK വലിയ കാര്യമൊന്നുമില്ല. കൺസർവേറ്റീവ്സും അവരൊക്കെ ഫുൾ ടൈം മത്സരം തന്നെയല്ലേ. പക്ഷെ ഡെവലപ്മെന്റ് ഉണ്ട് അവിടെ. അവര് മുക്കി കഴിഞ്ഞാലും ഒരു മുക്കാലും നമുക്ക് ജനങ്ങൾക്ക് തരും. സെറ്റപ്പ് അവരെടുത്തോട്ടെ. ഞാൻ ആര് വെള്ളം തോളം എടുത്തോട്ടെ. അപ്പൊ നമ്മുടെ കൂടെ നടന്ന ഒരാളും വേണമെങ്കിൽ നമ്മളെ പറ്റിക്കുന്നതിന് കുഴപ്പമില്ല. മൊത്തം പറ്റിക്കരുത്, കുറച്ച് പറ്റിച്ചിട്ട് ബാക്കിയൊക്കെ നന്നായിട്ട് ചെയ്താൽ എല്ലാം നന്നായി പോകത്തില്ലേ. പൊളിറ്റിക്സ് ഹാസ് ടു ചേഞ്ച്. യങ്സ്റ്റേഴ്സ് വരണം. ഈ UK മെഡിക്കൽ സിസ്റ്റം, അതായത് ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് കിട്ടാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട് യൂട്യൂബിൽ. സത്യാവസ്ഥ എന്താ? സത്യാവസ്ഥ അതേപോലെ ബ്രോ, ഇത് ഫ്രീയാ. നമ്മൾ ഫ്രീ കിട്ടുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണ്ടേ? ഇഫ് യു പേ യു ഗെറ്റ് വാട്ട് യു വാണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ടൊരു സ്ഥലത്ത് കയറി പോയിട്ട് എനിക്ക് 8 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത് 10 മണിക്കൂർ വെയിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഫ്രീ ആയിട്ട് കിട്ടുന്ന പരിപാടിയല്ലേ. നമ്മൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യണം. നമ്മൾ ട്രാവൽ പാക്കേജ് എടുക്കുന്ന പോലെ നമ്മളൊരു 5000 പൗണ്ടിന് ഒരു പാക്കേജ് എടുത്തു, അത് ഗുഡ് പാക്കേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 5000 പൗണ്ട് പാക്കേജ് എടുത്ത് നമ്മൾ വേണമെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്ത് അവിടെ എത്തി എല്ലാം സെറ്റപ്പ് ചെയ്ത് കണ്ടൊക്കെ തിരിച്ച് കയറിയാം. അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അത് ശരിയായില്ല, അത് ശരിയായിരുന്നു. നമ്മൾ 300-350 പൗണ്ട് ഒരു പാക്കേജ് എടുത്ത് പോയിട്ട് ആ ഫ്ലൈറ്റ് ശരിയായില്ലായിരുന്നു, ഈ ഫ്ലൈറ്റിന് അനക്കം ശരിയായില്ല, അവരുടെ സമയത്തിന് എത്തിയില്ല, നമ്മുടെ ഫുഡ് കോംപ്രമൈസ് ചെയ്തില്ലേ. നമ്മളൊരു ഫിഗർ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തില്ലേ. അപ്പൊ അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അല്ല, അപ്പൊ അവിടെ പണം കൊടുത്താൽ പെട്ടെന്ന് സർവീസ് അവൈലബിൾ ആയിരിക്കും. പ്രൈവറ്റ് ഉണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കയറാം. പക്ഷെ പ്രൈവറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിരിച്ച് പേ ചെയ്യണം എന്നുള്ളത് ആലോചിക്കണം. ഹൈലി എക്സ്പെൻസീവാ. അല്ല, അങ്ങനെ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടായ ഒരു അന്വനം ഉണ്ടായിരുന്നോ? ഇല്ലില്ല. ഞാൻ അങ്ങനെ എന്തുകൊണ്ട് ഞാൻ പ്രൈവറ്റിൽ പോകണം. എനിക്ക് പ്രൈവറ്റ് ഓക്കെയാണ്. ഞാൻ അവന്മാരെയൊക്കെ റോളക്സിനെ ലിയോയൊക്കെ അവരൊക്കെ പ്രയോറിറ്റി സ്കീമിലാണുള്ളത്. നല്ല ഹൈ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഞാനും അവന്മാരെ പ്രൈവറ്റിലേക്ക് കൊണ്ടുപോകാം. ഞാൻ നോർമൽ വെച്ച് കൊണ്ടുപോകാറില്ല. കാരണം എനിക്ക് കാര്യം പെട്ടെന്ന് നടക്കണം. ഇപ്പൊ ഭീകരനൊരു പ്രശ്നം കാലിനുണ്ടായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റലിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ നോർമൽ വെറ്റിനറി കൊണ്ടുപോയി എന്താണ് പ്രശ്നം, ഇത് ശരിയാകുമോ, അങ്ങനെ ഞാൻ നോക്കാറില്ല. കീപ്പ് അപ്പ് യുവർ സ്റ്റാൻഡേർഡ്സ്. ആ ഒരു രീതി ഉണ്ട് എനിക്ക്. ഈ UK ഇനി ഒന്നുമില്ല, UK അവസാനിച്ചു, UK ഞങ്ങളുടെ ദുരവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് വരാറുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ ഈ ട്രാവലിംഗ് ഏജൻസീസ് ട്രാവലിംഗ് ശ്രമിക്കാത്തത് കൊണ്ടാ ബ്രോ. UK അങ്ങനെ വലിയ മോശം രാജ്യമൊന്നുമല്ല. അവിടെ എല്ലാം നടക്കും. ശ്രമിക്കുന്നില്ല. അജയ് ഷാഡ് അത് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്കീം ഉണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? അത് ശരിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഏൺ ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഏൺ ചെയ്യാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് അവൻ അങ്ങനെ നടക്കുന്നു, ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? അവിടെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എത്ര പേരുണ്ട്. എന്റെ എക്സാമ്പിൾ അങ്ങ് മാറ്റി വെച്ചേക്ക്. എത്ര പേര് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അവിടെ. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നില്ലെന്നുള്ളൂ നന്നായിട്ട് ജീവിക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചോണ്ടിരുത്തി. അവർ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നില്ല, അവർ നന്നായിട്ട് ജീവിക്കുന്നില്ല. ശ്രമിക്കാതെ ഒരു പക്ഷേ എന്തിനാ നമ്മളങ്ങനെ പറയുന്നത്? ഒരു ജോലി എന്തായാലും കിട്ടും, മിനിമം വേജ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും, നമുക്ക് ജീവിക്കാനുള്ള അവിടെ കിട്ടും. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണുള്ള ബിസിനസ്. അതെ, നമുക്ക് 10 രൂപയുടെ സാധനം 11 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 10% നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. അത് 10 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ? അങ്ങനെ ചിന്തിക്കുക. നമ്മൾ വെറുതെ UK ദുരവസ്ഥ, എന്ത് ദുരവസ്ഥ, അവിടെ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്കാർ വന്നിട്ട് അവിടെ ഇങ്ങനെയാണ്. പിന്നെ വിസയ്ക്കൊക്കെ മാറ്റർ ഉണ്ടാവും. വിസയ്ക്ക് മാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമല്ലോ. പഠിച്ച് പാസ്സായി ജോലി വാങ്ങണം. ജോലി വാങ്ങിച്ചില്ല വിസ കിട്ടത്തില്ല. വിസ അത് നേരത്തെ അറിയുന്ന കാര്യമല്ലേ. അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വർക്കൗട്ട്, നല്ല ഫുഡ്, നല്ല ക്വാളിറ്റി, ഹെൽത്ത് മെയിൻ്റനൻസ്, ആ പരിപാടിയൊക്കെ ഇപ്പൊ തുടങ്ങി. ആ പരിപാടി ബ്രോ ഏതോ റീൽ കണ്ടിട്ട് എന്നോട് ചോദിച്ചതാ. പരിപാടിക്കില്ല. വർക്കൗട്ട് ഉണ്ടായിരുന്നു. വർക്കൗട്ട് ഇത്ര കലോറിയാണ് ഈ ഫുഡിന്, അങ്ങനെ ഉണ്ട്. ട്രെയിനറൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ബ്രോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അത്. കാരണം രാവിലെയൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇത്ര കലോറി ഇൻടേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ലഘുവായിട്ട് കുറച്ച് കഴിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇനി ഒരു 6 മാസം കൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നത് ഇപ്പൊ എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അൻവിൻ, വയറ് കളയുന്ന ഒരു അൻവിനായിരിക്കും. ഡെവലപ്പ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. വിൽ ട്രൈ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ബ്രോ.
ഞാൻ വളരെ കുറച്ച്, എനിക്ക് മീൽസാണ് ഇഷ്ടം, ചോറാണ് എനിക്ക് ഇഷ്ടം. ചോറ് ആൻഡ് കഞ്ഞി ഈസ് മൈ ഫേവറേറ്റ്. അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് എന്ത് ജീവിതമാണ് കുറച്ച് അവിടെ ഇത്. എന്നാലും ആ ലുക്സ് കിട്ടിയ നല്ലതായിരുന്നു. ഞാൻ കുറച്ച് മാറാ സാക്രിഫൈസിങ് സ്കീമില്ലേ, ഇഫ് യു ഹാവ് ടു ഗെറ്റ് സംതിങ് യു ഹാവ് ടു സാക്രിഫൈസ് മോർ. അതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. കഞ്ഞിക്ക് എന്താ എപ്പോഴും കറി ഉണ്ടാവല്ലോ? അച്ചാർ കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞിക്ക് വേറെ എന്തെങ്കിലും വേണം. എന്താ അച്ചാറായിരിക്കും? അച്ചാർ നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാറുണ്ട്. അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതൊക്കെ നമ്മൾ നന്നായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും. എനിക്ക് അങ്ങനെ ഞാൻ പറയാം മാസീവായിട്ട് എനിക്ക് ബീഫ് ഇത് ഓലത്തി ഇങ്ങനെ വേണം, അത് മറിച്ച് അങ്ങനെ വേണം, അങ്ങനൊന്നുമില്ല. അതിൽ ഈറ്റ് വാട്ട് എവർ കിട്ടുന്ന സാധനം കഴിക്കുക, മിണ്ടാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക. കുറ്റം പറഞ്ഞാൽ പിന്നീട് ഉണ്ടാക്കി തരും അവര്, തുപ്പിയിട്ട് തരും മനുഷ്യ ഭക്ഷണത്തിൽ. വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നാലും മനസ്സങ്ങോട്ട് അറിയണം, അങ്ങനെ അന്വന് തോന്നുന്നൊരു ഐറ്റം പറഞ്ഞു. മനസ്സെങ്ങനെ അറിയണമെന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് ആയിരിക്കണം. ഇച്ചിരി ചോറ്, ഇച്ചിരി മോരുകറി, എന്റെ മനസ്സെ നിറച്ചു തരാം. ഒരു പപ്പടം, ഇച്ചിരി അച്ചാറ്, പറ്റുമെങ്കിൽ മീൻ വറുത്തത്. എന്ത് മീനായിരിക്കും? ഏത് മീനായാലും കുഴപ്പമില്ല. മീൻ എപ്പോഴും നല്ല ടേസ്റ്റിയാ, ഫ്രഷ് ആയിരിക്കണം കേട്ടോ. അത് മനസ്സ് നിറഞ്ഞോളൂ, അത് കഴിച്ചാൽ മതി. ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് എന്തൊരു ആവശ്യമുള്ളേ? ഇങ്ങനെ ലിവ് ചെയ്താൽ പോരെ? വെറുതെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി 5 സ്റ്റാർ സെറ്റപ്പിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് സംതൃപ്തനായി എന്ന് പറഞ്ഞ് ഫോക്കും നൈഫൊക്കെ ഇങ്ങനെ വെക്കുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. വീട്ടിൽ നല്ല നമ്മുടെ രീതി നടക്കുന്നതാണ് അതിന്റെ രസം. ഇൻസ്റ്റാഗ്രാമിലൂടെ അന്വന് ഞങ്ങൾക്ക് അറിയുന്നേ, ഇൻസ്റ്റാഗ്രാം ആളുകളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് തുടങ്ങി തോന്നിയിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ആളുകൾ ജീവിക്കുന്നുണ്ട്. 2 രീതിയിലുണ്ട് കേട്ടോ. അതായത് എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ടിട്ട് കുറെ മെസ്സേജസ് എനിക്ക് അയച്ച ആൾക്കാരുണ്ട്. ബ്രോ ഇൻസ്പയർഡ് ആയി, അത് കേൾക്കുമ്പോൾ നല്ലൊരു സൈഡ് ഉണ്ട് അതിനുള്ളിൽ. ഇൻസ്പയർഡ് ആയിട്ട് അവർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും രക്ഷപ്പെടും. നമ്മളൊരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കുന്നത് എങ്ങനെയാ, ബ്രോ പ്ലീസ് ഈ ഒരു മൈൻഡ് സെറ്റ് കളയണ്ട, ഡെവലപ്പ് ചെയ്യും. കാരണം ഞാൻ കഴിഞ്ഞ വേറൊരു ഇന്റർവ്യൂവിൽ ഒരു ബിന്നിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എത്ര മെസ്സേജ് വന്നു എനിക്ക്, ആ ബിന്ന് വെച്ച് ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത്. ഈസി ബിസിനസ്സാ, അവരത് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാർ ഡിസ്കസ് ചെയ്തിരിക്കും. എക്സിക്യൂട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ കമ്പനി രജിസ്റ്റർ ചെയ്ത് പരിപാടി തുടങ്ങുന്നവരുണ്ടല്ലോ, അവർ രക്ഷപ്പെടും. അതാണ് ആക്ഷൻ എടുക്കണം. നമ്മൾ വെറുതെ പ്ലാൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മറ്റേ പ്ലാനിങ് ഇല്ല എന്നുള്ളത്. പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്ന കാര്യം നമുക്ക് കൊച്ചി മെട്രോയിൽ അവിടെ പോയിട്ട് ആ തൂണിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്നൊരു കാര്യമുണ്ടോ? പോയി പെയിന്റ് വാങ്ങിച്ച് പരിപാടി തുടങ്ങുക, എന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ഒരു മൈൻഡ് സെറ്റ്. ഏറ്റവും അധികം മണ്ടത്തരായെന്ന് തോന്നിയിട്ടുള്ളൊരു ബിസിനസ് ഐഡിയയും ഏറ്റവും അധികം വർക്ക്ഔട്ട് ആയെന്ന് തോന്നിയിട്ടുള്ള ബിസിനസ് ഐഡിയ എന്താ? മണ്ടത്തരമായ ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ബിസിനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മണ്ടത്തരം ഒരിക്കലും ആകത്തില്ല. നമ്മൾ പ്ലാൻ ചെയ്തല്ലേ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. മണ്ടത്തരമായിട്ടുള്ള ലൈഫ് ഡിസിഷൻ ആ പെങ്കൊച്ചിനെ പ്രേമിച്ചെന്നുള്ളതായിരുന്നു. ഞാൻ അവളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കറിയാം നീ ഇത് കാണുമെന്ന്, നീ ഇത് കാണണം. ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് സന്തോഷം. ബ്രോ കുറേ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ട്. താങ്ക് യു വെരി മച്ച്. ഇനിയും കേരളത്തിലേക്ക് വരിക ആൻഡ് കീപ് ഇൻസ്പയറിങ് പീപ്പിൾ ത്രൂ ഇൻസ്റ്റാഗ്രാം. ഇനിയും ബിസിനസ് ഡെവലപ്പ് ആവട്ടെ, നമുക്കുണ്ടാവട്ടെ ഒരു ജെഫ് ബെസോസും ബിൽ ഗേറ്റ്സും ഒക്കെ. അതെ അതെ.